നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്ന വാട്സപ്പിനകത്ത് ഏറ്റവും പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ്. ഏതാണ് ഫീച്ചർ നോക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണാം. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക, നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഫീച്ചർ ലഭിക്കുന്നതാണ്. നമുക്കറിയാൻ സാധിക്കും, സാധാരണ വാട്സപ്പിലൊക്കെ നമ്മളൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആ മെസ്സേജ് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അതായത് നമ്മൾ വാട്സപ്പിനകത്ത് ആർക്കെങ്കിലും ഒരു മെസ്സേജ് അയച്ചു, ആ മെസ്സേജ് അയാൾ കാണുന്നതിന് മുന്നേ അല്ലെങ്കിൽ അയാൾ കണ്ടതിന് ശേഷമാണെങ്കിലും ആ മെസ്സേജ് നമുക്ക് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നമുക്കിത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് 7 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം 15 മിനിറ്റ് വരെയൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതിനപ്പുറത്തേക്ക് നമുക്ക് 7 മിനിറ്റിനപ്പുറത്തേക്ക് നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് വാട്സപ്പിൽ ആർക്കെങ്കിലും അയച്ചു കൊടുത്ത ടെക്സ്റ്റ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ വാട്സപ്പിൻ്റെ പുതിയ അപ്ഡേറ്റിൽ വന്നിരിക്കുന്നത് വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് ഭാഗത്താണ്. അതായത് നമുക്ക് വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിലേക്കൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്റ്റാറ്റസ് വെക്കാറുണ്ട്. ഇപ്പോൾ ഞാനിവിടെ കുറച്ച് മുന്നേ ഒരു സ്റ്റാറ്റസ് വെച്ച് ഇവിടെ കാണാൻ സാധിക്കും. മുകളിൽ നമ്മൾ എന്തെങ്കിലും സ്റ്റാറ്റസ് വെക്കുന്ന സമയത്ത് സ്റ്റാറ്റസിൽ നമ്മൾ അതിനകത്ത് ക്യാപ്ഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മളൊരു ഫോട്ടോ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോ ഒരു ബർത്ത്ഡേ ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ആശംസകൾ അറിയിച്ചുകൊണ്ട് നമ്മൾ ടൈപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിലേക്ക് നമ്മൾ എന്തെങ്കിലും ക്യാപ്ഷൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിലവിൽ അത് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഇല്ലായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞാനിവിടെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് വെച്ച് കാണാൻ സാധിക്കും. താഴെ ബ്രേക്കിംഗ് ന്യൂസ് എന്നാണ് ഞാൻ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ഈ ബ്രേക്കിംഗ് ന്യൂസ് എന്നുള്ളത് നേരത്തെ നമുക്ക് ഇതിന് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യമില്ലായിരുന്നു. കാരണം ഇനി ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ക്യാപ്ഷൻ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്റ്റാറ്റസ് ഇവിടെ വെച്ച് ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ഇത് ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്തതിന് ശേഷം പുതിയ സ്റ്റാറ്റസ് നമുക്ക് വെക്കണം. എന്താണോ ക്യാപ്ഷൻ വേണ്ടതെങ്കിൽ അത് സ്റ്റാറ്റസ് വെക്കണം. എന്നാൽ ഈ പുതിയ അപ്ഡേറ്റിൽ വാട്സപ്പിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റിൽ നമുക്ക് സ്റ്റാറ്റസിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ക്യാപ്ഷൻ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് ഭാഗത്ത് ഇതുപോലെ വാട്സപ്പ് സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ താഴെ ഞാനിവിടെ ബ്രേക്കിംഗ് ന്യൂസ് എന്നാണുള്ളത്. അതിൻ്റെ ആദ്യത്തിൽ നമുക്ക് അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു പെൻ ഐക്കൺ കാണും. ഈ പെൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്തെങ്കിലും ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇതുപോലെ ഇനി മുതൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. എഡിറ്റ് ചെയ്യാൻ ശേഷം ഏറ്റവും അവസാനം കാണുന്ന ഈ വലതുഭാഗത്തേക്കുള്ള ആരോ മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ആ ക്യാപ്ഷൻ എഡിറ്റഡ് എന്ന് കാണാൻ സാധിക്കും. ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അല്ലാതെ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിലേക്ക് വന്നു കഴിഞ്ഞാൽ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് ഇതുപോലെ കാണിക്കും. ഇവിടെ അവസാനം കാണുന്ന ഈ 3 ഡോട്ടിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എഡിറ്റ് ക്യാപ്ഷൻ എന്നൊരു ഓപ്ഷൻ കൂടെ വന്ന് കാണാൻ സാധിക്കും. ഈ എഡിറ്റ് ക്യാപ്ഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിൽ എന്താണോ നമ്മൾ ക്യാപ്ഷൻ കൊടുത്തത് ഇവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓർക്കുക, 15 മിനിറ്റ് സമയത്തേക്ക് മാത്രമാണ് ഇത് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുക. 15 മിനിറ്റിന് ശേഷം ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വാട്സപ്പിൽ എന്തെങ്കിലും മെസ്സേജുകളൊക്കെ ടൈപ്പ് ചെയ്യുന്ന ആളുകൾക്ക് നേരത്തെ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിൽ നമുക്ക് ഇത്തരത്തിൽ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ വാട്സപ്പിൻ്റെ പുതിയ അപ്ഡേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് വാട്സപ്പിൻ്റെ ഏതെങ്കിലും മെസ്സേജ് നമ്മളൊന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ നമുക്ക് ഈ മുകളിലായിട്ട് കുറേ ഓപ്ഷൻസിൽ കാണാമായിരുന്നു. എന്നാൽ ഇപ്പോൾ പുതിയ അപ്ഡേറ്റിൽ വാട്സപ്പിൻ്റെ ഇതുപോലെ താഴെ ഭാഗത്താണ് കാണാൻ സാധിക്കുക. ഫോർവേഡ് ചെയ്യാൻ, കോപ്പി ചെയ്യാൻ, ഡിലീറ്റ് ചെയ്യാൻ, സ്റ്റാർ ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസുകൾ ഇവിടെ താഴെ ഭാഗത്താണ് കാണുന്നത്. നേരത്തെ മുകളിലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ താഴെ ഭാഗത്താണ് കാണുന്നത്. പുതിയ അപ്ഡേറ്റിൽ വാട്സപ്പിൽ ചിലപ്പോൾ ചില ആളുകളൊക്കെ ഫോർവേഡ് ചെയ്യാനോ അല്ലെങ്കിൽ കോപ്പി ചെയ്യാനൊക്കെ ഓപ്ഷൻ തിരഞ്ഞു നോക്കുമ്പോൾ മുകളിലായിരുന്നു ഉണ്ടായിരുന്നത് നേരത്തെ. ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്ത മുതൽ മുകളിൽ കാണാനില്ല, താഴെ ഭാഗത്താണ് കാണുന്നത്. അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഓപ്ഷൻസ് ഇവിടെ തന്നെ ഉണ്ട്. ഇതിൻ്റെ സ്ഥാനത്തിന് ചെറിയ മാറ്റം വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.